മിനസ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് പാല രാമപുരം റോഡില് ഏകദേശം 3 കിലോമീറ്ററോളം പോയി കഴിയുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ നല്ലൊരു മേഖലയിൽ 12 സെന്റ് സ്ഥലത്തില് 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള അടിപൊളി വീട്. നല്ല ക്വാളിറ്റിയിൽ പണിത തേക്കിന്റെ തടിയൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന ഡോറുകള്, കബോർഡ് വർക്കുകള്, അതുപോലെ നല്ല വെള്ളം, കിണർ വെള്ളം, അതുപോലെ തന്നെ കോമൺ ആയിട്ടൊരു കിണറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന റൂഫ് ചെയ്ത കേരള സ്റ്റൈലായിട്ടുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം. ചോദിക്കുന്ന വില 1,10,00,000 രൂപ നെഗോഷ്യബിൾ ആണ്. 12 സെന്റ് സ്ഥലമുണ്ട്. ഇതിന്റെ 2 സൈഡിലും വേറെ സ്ഥലമുണ്ട്. കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് അത് വാങ്ങാവുന്നതുമാണ്. RC പള്ളിയുമായിട്ട് 500 മീറ്റർ ദൂരം, അമ്പലവുമായിട്ട് 1 കിലോമീറ്റർ ദൂരം, ബസ് റോഡുമായിട്ട് ഏകദേശം 700 മീറ്റർ ദൂരം, നല്ല വീതിയുള്ള റോഡ് തന്നെ വീട്ടിലേക്ക് വരികയും ചെയ്യാം. അങ്ങനെയുള്ള ഈ വീട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാം. വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ പെട്ടെന്ന് മിനസ് ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. നമുക്ക് നേരിൽ കാണാം ഈ പ്രോപ്പർട്ടി. നേരിൽ കണ്ടതിന് ശേഷം വീണ്ടും വീട് ഇഷ്ടമായാൽ നമുക്ക് ഉടമയുമായി വില നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം ചെല്ലാം. മിനസ് ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ ഇത് പാല രാമപുരം റൂട്ടിലാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഒറ്റനിരപ്പ് സ്ഥലമാണ്. കയറ്റോ ഇറക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയല്ല. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക ഭീഷണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട. കാരണം ഇതൊന്നും മേശാത്ത ഒരു നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാല രാമപുരം റൂട്ടിൽ ചിറ്റാർപള്ളിക്ക് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീടാണ് ഈ കാണുന്നത്. പള്ളിയുമായിട്ട് ഏകദേശം 500 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത്. ഇത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണുന്ന സ്ഥലവും കൂടി അവൈലബിൾ ആണ്. വേണ്ടവർക്ക്, കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് ഈ സ്ഥലവും കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അപ്പുറത്തൊരു കോമൺ കിണർ കാണാം. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ കോമൺ ആയിട്ടൊരു കിണർ കുഴിച്ചിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് അവകാശം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു കിണറാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. മതിലൊക്കെ ഒരു പ്രത്യേക ഡിസൈനിൽ ചെയ്തിരിക്കുന്ന മതിലാണ്. അപ്പോൾ ഈ ഡിസൈനിൽ ചെയ്തിരിക്കുന്ന മതിൽ, അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു ആർച്ച് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു ഗേറ്റ് കടന്ന CNC കട്ടിങ്ങോടുകൂടി നല്ല ഡിസൈനോടുകൂടിയുള്ള നല്ല ഗേറ്റ്. ആ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഒരു ആകാരഭംഗിയും രൂപഭംഗിയുമുള്ള നല്ലൊരു വീട് 12 സെൻറ്റ് സ്ഥലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ 12 സെൻറ്റിന് സ്ഥലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഫ്രണ്ട് മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് കിണർ. നല്ല അടിപൊളി ഒരു കിണറാണ് ഇവിടെ. കിണർ നല്ല വെള്ളമുള്ള നല്ലൊരു മേഖലയാണ്. പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ. വീടിന് ചുറ്റുവട്ടം ഒന്ന് കാണാം. ബാംഗ്ലൂർ സ്റ്റോണിന് ശേഷമുള്ള ഭാഗം നാച്ചുറലായിട്ടുള്ള മണലിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റൂഫ് വർക്കോട് കൂടിയുള്ള നല്ല അടിപൊളി സ്റ്റെയർ കേസ്, നല്ലൊരു റൂഫ് വർക്കിലേക്ക് കയറാവുന്നൊരു സ്റ്റെയർ കേസ്, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതാണ് വീടിൻ്റെ മേളിലത്തെ നിലയുടെ ഒരു ദൃശ്യം. വാട്ടർ ടാങ്കൊക്കെ സ്റ്റാൻഡ് വെച്ച് ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. നല്ലൊരു സിറ്റ് ഔട്ടാണ്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റൊക്കെ അവിടെയാണ് വന്നിരിക്കുക. ഇവിടുന്ന് നമ്മൾ ബാക്ക് സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ അലക്കുകല്ല് നമുക്ക് കാണാം. നല്ലൊരു അലക്കുകല്ലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡിലെ വ്യൂ. ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്ക്, അതുപോലെ തന്നെ കട്ടളയെല്ലാം ആഞ്ഞിലി. ഇതാണ് ഫ്രണ്ട് മുറ്റം. ഈ സൈഡിലുള്ള പ്രോപ്പർട്ടിയും വേണമെങ്കിൽ കിട്ടുന്നതാണ്. അത് കിണർ കുഴിച്ച് ഇട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് റോഡ്, നല്ലൊരു റോഡുണ്ട്. അപ്പോൾ റോഡ് വഴി കടന്ന് വീട്ടിലെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി ഈ സൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് വാഹനങ്ങൾ കയറ്റിയിടാവുന്ന രീതിയിലാണ്. അത്രയും സ്പേസ് ഉണ്ട് വണ്ടി കടത്തി കൊണ്ടുപോരാവുന്ന രീതിയിൽ.
അവിടുന്ന് നമ്മൾ ഫ്രണ്ട് മുറ്റത്തേക്ക് തന്നെ വീണ്ടും വന്നു. നമ്മൾ ഇനി അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കാർ പോർച്ച്, നല്ല വലിപ്പമുള്ള കാർ പോർച്ച്, സിറ്റ് ഔട്ട്, നല്ലൊരു സിറ്റ് ഔട്ട്. അതിൻ്റെ ഫ്രണ്ട് എല്ലാം പാനൽ, തേക്കിൻ തടി കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് കയറുന്ന ഫ്രണ്ട് ഡോറ് തേക്കാണ്. ഫ്രണ്ട് ജനൽപ്പാളിയും തേക്കാണ്. ഇനി നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല അമാസിങ് ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു സ്വീകരണ മുറിയാണ്. ഇതാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി നല്ലൊരു സ്വീകരണ മുറി. നല്ല പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള WPC കൊണ്ടുള്ളൊരു പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഒരു സ്വീകരണ മുറിയാണ്. ഇവിടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. TV യൂണിറ്റിൻ്റെ പോയിൻറ്റും അതുപോലെ രൂപക്കൂടിൻ്റെ പോയിൻറ്റും ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് രണ്ടിടത്തുമുണ്ട്, ഹോളിലുമുണ്ട് ഡൈനിങ് ഹാളിലുമുണ്ട്. നല്ലൊരു രൂപക്കൂടിൻ്റെ പോയിൻറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തടിയുടെ വർക്കുകളാണ്. മേളിൽ കാണുന്ന പാനലിംഗ് ഒഴിച്ച് ബാക്കി മുഴുവൻ തടിയുടെ വർക്കുകളാണ്. തേക്കിൻ തടി കൊണ്ടുള്ള വർക്കുകളാണ്. നല്ലൊരു എന്താ പറയുക, നല്ല നിലമരം പോയി നോക്കിയെടുത്ത് അത് വെട്ടി എടുത്തു കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു തടി തന്നെയാണ് ഇത്. TV യൂണിറ്റ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറിയത്. ഈ ഭാഗത്തും TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ TV വെക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നെനിക്ക് തോന്നി. 2 TV പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിൽ നമുക്ക് TV വെക്കാം. 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡാണ്. 2100 സ്ക്വയർ ഫീറ്റാണ് വീട്. 12 സെൻറ്റാണ് സ്ഥലം. അപ്പോൾ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡാണ്. ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ വന്നിരിക്കുക. ഇനി നമുക്ക് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് പോകാം. തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകളാണ് ബെഡ്റൂമുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടളയെല്ലാം ആഞ്ഞിലിയാണ്. ഇതാണ് ബെഡ്റൂമുകൾ. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. നല്ല ടൈലുകളെല്ലാം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഹോളിലും ഡൈനിങ്ങിലും ബെഡ്റൂമുകളിലും ഒരേ മോഡൽ ടൈലാണ് കൊടുത്തിരിക്കുക. ഫാന്, ട്യൂബ് ലൈറ്റ്, അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകൾ എല്ലാം ബെഡ്റൂമിൽ ഇൻക്ലൂഡഡ് ആണ്. കട്ടളെല്ലാം മാഞ്ഞിലി, ജനൽപ്പാളികളും തേക്ക് തന്നെയാണ്. നമുക്ക് ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. നമ്മളത് കാണാൻ കയറിയില്ല. പെട്ടെന്ന് വീഡിയോ എടുത്ത് മുന്നോട്ട് പോയപ്പോൾ അത് വിട്ടുപോയി. 2ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണിത്. നാല് ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ എല്ലാ ബെഡ്റൂമിൻ്റെയും ടോയ്ലറ്റുകളിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും ഷവറിൻ്റെ പോയിൻ്റ്, അതുപോലെ തന്നെ ക്ലോസറ്റ്, അതുപോലെ തന്നെ ക്ലോസറ്റ് ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുക. ഭിത്തിക്കകത്ത് വയ്ക്കുന്ന ക്ലോസറ്റ്. അതുപോലെ തന്നെ വാഷ് ബേസിന് മിറർ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റിനൊക്കെ കൊടുത്തിരിക്കുക. രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി 3ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്.
ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം എത്രയോ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് എന്ന് നമുക്കറിയണമെങ്കിൽ ഇപ്പോൾ വ്യൂ നോക്കിയാൽ മതി. കാരണം ഏറ്റവും എല്ലാ ഭാഗവും കാണാവുന്ന രീതിയിലുള്ളൊരു വീഡിയോ പോയിൻ്റാണിത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമും നാലാമത്തെ ബെഡ്റൂമും കാണുവാനായിട്ട് പോവുകയാണ്. നല്ല മനോഹരമായ ബെഡ്റൂമുകൾ. മുകളിൽ നിന്ന് വെളിച്ചം കിട്ടാനായിട്ടുള്ളൊരു ഫർഗോളയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കറണ്ട് ഇല്ലാത്ത സമയത്തും വീടിനകത്ത് നിറച്ച് വെളിച്ചമാണ്. അപ്പോൾ നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1,10,00,000 രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ പ്രൈസാണ്. വില നെഗോഷ്യബിളാണ്. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ടോപ്പ് മെറ്റീരിയലുകളാണ്. സ്ഥലം 12 സെൻറ്റാണ്. വീട് 2100 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോണിൻ്റെ പ്രൊസീജിയേഴ്സ് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ലോൺ ചെയ്യാവുന്ന രീതിയിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ടോയ്ലറ്റുകളെല്ലാം നല്ല അടിപൊളി ടോയ്ലറ്റുകളാണ്. കാരണം എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകളാണെങ്കിലും അല്ലെങ്കിൽ ക്ലോസറ്റ് അല്ലെങ്കിൽ ഷവർ എന്ന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇട്ടുകൊണ്ടുള്ള നല്ല അടിപൊളി ടോയ്ലറ്റുകളാണ്. അങ്ങനെ നമുക്ക് എല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തു പോകാവുന്ന രീതിയിലുള്ള ഈ വീട് അതുപോലെ തന്നെ നമുക്ക് സ്പേസ് ഈ ബെഡ്റൂമുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഹോളിനാണെങ്കിലും ഡൈനിങ്ങിനാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഒരു വീടിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വീടല്ല, നല്ല ഒരു ഇതായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഇത് നാലാമത്തെ ബെഡ്റൂം. എല്ലാ സ്പേസ് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് എന്താ പറയുക, ഒരു കുഞ്ഞ് സൈക്കിളൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സൈക്കിളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകാനൊക്കെ ഉള്ള നല്ല സ്പേസ് വേണം വീടിന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളല്ലേ. നമ്മളാണെങ്കിലും ബെഡ്റൂമിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിയാൻ പോലും സ്ഥലമില്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരു അരോചകമാണ്. അപ്പോൾ അങ്ങനെ അരോചകത്വം ഉണ്ടാകാത്ത രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ബെഡ്റൂമുകളും നല്ല ഹോളും നല്ല ഡൈനിങ്ങും, അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവരുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പണിതേക്കുന്ന വീട് തന്നെയാണ്, നല്ല ഒരു അടിപൊളി വീട് തന്നെയാണ്. അപ്പോൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും. ഇത് ഈ നാലാമത്തെ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും ദൃശ്യങ്ങൾ കണ്ടാൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ഓരോ കളർ കോഡൊക്കെ ആണെങ്കിലും ടോയ്ലറ്റിൻ്റെ ടൈലുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നതാണെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കിടുക്കാച്ചി വീട് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വിളിക്കാൻ മടിക്കണ്ട. ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഏത് സമയത്ത് ഏത് ദിവസം വന്നാലും നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ കാണാവുന്നതുമാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വില നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കിടുക്കൻ വീട്, നല്ല പണി, നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ല കിടുക്കൻ വീട്. ഈ ബിൽഡറുടെ പല വീടുകളും നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് മീനച്ചിൽ ഹോംസ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്ന നല്ല കിടുക്കൻ വീട്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വീണ്ടും ഇറങ്ങി നമ്മൾ നേരെ പോകേണ്ടത് കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ മനോഹാരിത നമുക്കൊന്ന് കാണേണ്ടത് തന്നെ. മൊത്തം കബോർഡ് വർക്കുകൾ ചെയ്ത് നല്ല തേക്കിൻ്റെ തടിയിട്ട് തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ല ഒരു അടിപൊളി കിച്ചനാണ് നമ്മളിപ്പോൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാം. തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയുള്ള ഒരു ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നു. നല്ല ഒരു തേക്കിൻ്റെ ഒരു കലവറ പോലെ തോന്നിക്കാവുന്ന നല്ലൊരു കബോർഡ് വർക്കുകളുള്ള നല്ല അടിപൊളി കിച്ചൻ. അവിടെ ഇലക്ട്രിക് ചിമ്മിനിയോ സ്റ്റൗവോ എല്ലാ കൂട്ടവും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചുറ്റും ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ഒരു തലക്കെട്ട് പോലെ തേക്കിൻ്റെ തടി കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു കിച്ചൺ, നല്ല മനോഹരമായ കിച്ചനാണ്, നല്ല വലിപ്പമുള്ള കിച്ചനാണ്.
നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം മെഷീനറി സാധനങ്ങളാണ്. ഇപ്പം നമുക്ക് മിക്സി, അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ സാധനങ്ങൾ, പുതിയ പുതിയ കിച്ചൺ ഐറ്റംസ്, പുതിയ പുതിയ മെഷീനറി സാധനങ്ങൾ തന്നെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ വലിപ്പമുള്ള, ഇതുപോലെ നല്ലൊരു കിച്ചണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രോകൾ, ബാസ്ക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു ഡ്രോയും ബാസ്ക്കറ്റും എല്ലാം ചെയ്തിട്ടുള്ള നല്ല ഒരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. വർക്ക് ഏരിയയും അതുപോലെ തന്നെ മനോഹരമാണ്. അതുപോലെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും, ചില ആൾക്കാർക്ക് മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അടുപ്പത്ത് തന്നെ വയ്ച്ചാലേ ടേസ്റ്റ് കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ശരിയുമാണ്. മൺചട്ടിക്കകത്ത് അടുപ്പിൽ തീ എത്തിച്ച് വെക്കുന്ന മീൻ കറിക്കൊക്കെ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പുകയില്ലാത്ത അടുപ്പും ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ റൂമാണ്. നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുന്ന അരി, പയർ, പഞ്ചസാര പോലെയുള്ള സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളെല്ലാം ഈ സ്റ്റോർ റൂമിൽ അടുക്കി വെക്കുന്ന ഏറ്റവും ഉചിതം. അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണ്ട ഒരു സിറ്റ് ഔട്ടുണ്ട്. ആ സിറ്റ് ഔട്ടിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് കൊടുത്തിരിക്കുക. അപ്പോൾ കിടുക്കൻ വീട്, നല്ല അടുക്കള, നല്ല കിച്ചൺ, അതുപോലെ തന്നെ നല്ല വർക്ക് ഏരിയ, നല്ല ബെഡ്റൂമുകൾ, നല്ല ടോയ്ലറ്റുകൾ, നല്ല ഹോള്, നല്ല ഡൈനിങ് ഹോള്. അപ്പോൾ അങ്ങനെയുള്ള നല്ല റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന, ശാന്തസുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ, കൂടുതൽ സ്ഥലം കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും കൂടെ കൂട്ടി ഒന്നിച്ച് കൊടുക്കാവുന്ന രീതിയിൽ ഒരു 25-35 സെൻറ്റ് സ്ഥലമായിട്ട് വേണമെങ്കിലും തരാവുന്ന രീതിയിലുള്ള നല്ല ഒരു ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു വീട്. RC പള്ളിയുമായിട്ടുള്ള ദൂരം 500 മീറ്റർ ദൂരം, അമ്പലവുമായിട്ടുള്ള ദൂരം 1 കിലോമീറ്റർ ദൂരം, ബസ് റോഡുമായിട്ടുള്ള ദൂരം 700 മീറ്റർ ദൂരം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ, കടകളിലേക്ക് പോകുവാനായിട്ട് ഒരു 500 മീറ്റർ ദൂരം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിടുക്കൻ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9744487753, 9744487763. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.